ഇന്ന് നമ്മൾ ഒരു പൈസ കടം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെയാണല്ലോ പൈസ പല വ്യക്തികളോടും ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പുരുഷന്മാര് പ്രത്യേകിച്ച് ഞാൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്: എനിക്ക് ഇന്നത്തേക്ക് കുറച്ച് പൈസ കടം തരുമോ? നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കും? ക്യാൻ യു ലെൻഡ് മീ സം മണി ഫോർ ടുഡേ? എങ്ങനെ ചോദിക്കും? ക്യാൻ യു ലെൻഡ് മീ സം മണി ഫോർ ടുഡേ? ചോദിക്കൂ. ആരെങ്കിലും മറ്റേയാളോട് കടം ചോദിക്കുന്നത് എങ്ങനെയാണ്? സം മണി ഫോർ ടുഡേ. ഒന്നും കൂടെ നിങ്ങൾ പറയൂ. ഫോർ ടുഡേ. ഒന്നും കൂടെ. ക്യാൻ യു ലെൻഡ് മീ മണി ഫോർ ടുഡേ? ഇന്ന് പൈസ തരുമോ? അപ്പോൾ കടം തരുമോ ചോദിക്കുമ്പോൾ മറ്റേ ആൾ ചോദിക്കും, എത്രയാണ് വേണ്ടത്? ഹൗ മച്ച് ഡു യു വാണ്ട്? നിനക്ക് എത്ര വേണം? എത്രയാണ് നിന്റെ ആവശ്യം? എന്താണ് ചോദിക്കുക? ഡു യു വാണ്ട്? ഹൗ മച്ച് ഡു യു വാണ്ട്? അപ്പൊ ഞാൻ പറയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, ക്യാൻ യു ലെൻഡ് മീ സം മണി ഫോർ ടുഡേ? ക്യാൻ യു ലെൻഡ് മീ സം മണി ഫോർ ടുഡേ? ഡു യു വാണ്ട്? നിങ്ങൾ എന്നോട് ചോദിച്ചു അല്ലെ, ഹൗ മച്ച് ഡു യു വാണ്ട്? എത്ര? അപ്പോൾ ഞാൻ പറഞ്ഞു 50,000. അപ്പൊ അത് കേൾക്കുന്ന നിങ്ങൾ പറയാണ്, ഒരു 25 ആണെങ്കിൽ തരാം. എങ്ങനെ പറയും? ഇഫ് ഇറ്റ് ഈസ് 25 ഐ വിൽ ഗീവ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് 25, അതായത് 25 എന്ന് 25 രൂപയല്ലല്ലോ. നിങ്ങൾ പുരുഷന്മാർ അങ്ങനല്ലേ പറയുന്നത്. 25,000 ആണ്. ഇഫ് ഇറ്റ് ഈസ് 25 ഐ വിൽ ഗീവ് ഇറ്റ്. എന്താണ് പറയേണ്ടത്? ഇഫ് ഇറ്റ് ഈസ് 25 ആണ് എങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് 25 ഐ വിൽ ഗീവ് ഇറ്റ്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോ എൻ്റെ കയ്യിൽ അത് ഉണ്ട്. 25 ഇപ്പോ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ പറയണം? ഐ ഹാവ് ഇറ്റ് ഇൻ മൈ ഹാൻഡ് നൗ. ഇപ്പൊ എൻ്റെ കയ്യിൽ 25 ഉണ്ട്. എങ്ങനെ പറയണം? ഐ ഹാവ് ഇറ്റ് ഇൻ മൈ ഹാൻഡ് നൗ. ഇപ്പൊ എൻ്റെ കയ്യിൽ 25 ഉണ്ട്. അതായത് 25 ആണെങ്കിൽ ഞാൻ നിനക്ക് തരാം. എൻ്റെ കയ്യിൽ 25 ഉണ്ട്. എങ്ങനെ? ഇപ്പൊ എൻ്റെ കയ്യിൽ അതുണ്ട്. എങ്ങനെ പറയും? ഇഫ് ഇറ്റ് ഈസ് 25 ഐ വിൽ ഗീവ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ഇറ്റ് ഇൻ മൈ ഹാൻഡ് നൗ. അതെന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. പിന്നെ പൊതുവെ അത് പൈസ കടം ചോദിക്കുമ്പോൾ മറ്റേയാൾ എന്താണ് പറയുക? ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് എന്താണെങ്കിലും പറയും. എങ്ങനെ പറയും? ഐ ആം ടെറിബിൾ ട്രബിൾ. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. സാലറി, ഈ മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. എങ്ങനെ പറയും? സാലറി നോട്ട് റിസീവ്ഡ് ഈ മാസത്തെ ഫോർ ദിസ് മന്ത്. സാലറി നോട്ട് റിസീവ്ഡ് ഫോർ ദിസ് മന്ത്. ഈ മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ്? 25 ആണ് എങ്കിൽ ഞാൻ നിനക്ക് തരാം. ഇപ്പൊ എൻ്റെ കയ്യിൽ അതുണ്ട്. ഞാനും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പൈസ, എനിക്ക് സാലറി കിട്ടിയിട്ടില്ല. ഇത് എങ്ങനെ പറയും? ഇഫ് ഇറ്റ് ഈസ് 25 ഐ വിൽ ഗീവ് ഇറ്റ് നൗ. ഞാൻ ഇപ്പോൾ നിനക്ക് തരാം. ഇപ്പൊ ഇനി നമ്മൾ എന്താ പറയേണ്ടത്? കാരണം എന്താണ്? ഐ ഹാവ് ഇറ്റ്, എൻ്റെ കയ്യിലുണ്ട്. ഇൻ മൈ ഹാൻഡ് നൗ. ഐ ഹാവ് ഇറ്റ് ഇൻ മൈ ഹാൻഡ് നൗ. ഐ ആം ടെറിബിൾ ട്രബിൾ. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ എന്താണ് പറയേണ്ടത്? സാലറി നോട്ട് റിസീവ്ഡ് ഫോർ ദിസ് മന്ത്. ഈ മാസത്തെ സാലറി റിസീവ് ആയിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കൂ, പൈസ കടം തരുവോ? എങ്ങനെ ചോദിക്കുന്നു? എന്നോട് ചോദിക്കൂ. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൗ മച്ച് ഡു യു വാണ്ട്? അപ്പൊ പറയൂ, ഇത് 25 ആണെങ്കിൽ തരാം. ഇഫ് ഇറ്റ് ഈസ് ഗീവ് ഇറ്റ് ഇറ്റ് ഇൻ മൈ ഹാൻഡ് നൗ. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിനാണ്. ടെറിബിൾ. ഓക്കെ. ദെൻ പിന്നെ എന്താണ് പറയുക? സാലറി നോട്ട് റിസീവ്ഡ് ഫോർ ദിസ് മന്ത്. അപ്പൊ നെക്സ്റ്റ് ഒരു നമ്മൾ അടുത്ത ആള്, കടം ചോദിക്കുന്ന ആള് പറയും, ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒന്ന് റെഡിയാക്കി തരുവോ? നമ്മൾ ചോദിക്കും. നമ്മൾ ചോദിക്കുകയാണ്, ആരോടെങ്കിലും ചോദിച്ചിട്ടൊന്ന് റെഡിയാക്കി തരുവോ? എങ്ങനെ ചോദിക്കും? ക്യാൻ യു ആസ്ക് സമ്മൺ? ആരോടെങ്കിലും ഒന്ന് ചോദിക്കുമോ? എങ്ങനെ ചോദിക്കുന്നത്? ക്യാൻ യു ആസ്ക് സമ്മൺ? ആരോടെങ്കിലും ഒന്ന് ചോദിക്കുമോ? ടു ഗെറ്റ് ഇറ്റ് റെഡി. എന്നിട്ടൊന്ന് റെഡിയാക്കി തരൂ. എങ്ങനെ ചോദിക്കണം? ക്യാൻ യു ആസ്ക് സമ്മൺ ടു ഗെറ്റ് ഇറ്റ് റെഡി? ആരോടെങ്കിലും ചോദിച്ചിട്ടൊന്ന് റെഡിയാക്കി തരുമോ? എങ്ങനെ ചോദിക്കുന്നത്? എങ്ങനെയാണ്? ആസ്ക് ഗെറ്റ് ഇറ്റ് റെഡി. പറയൂ. ക്യാൻ യു ആസ്ക് ഗെറ്റ് ഇറ്റ് റെഡി. കാരണം നിനക്ക് ഇവിടെ ഒത്തിരി പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ പറയും? ബിക്കോസ് യു ഹാവ് മെനി അക്വിറ്റൻസ് ഹിയർ. അക്വിറ്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയക്കാര്. അപ്പൊ ഇവിടെ നിനക്ക് കുറെ പരിചയക്കാരുണ്ട്. എങ്ങനെ പറയും? ഉണ്ടല്ലോ. യു ഹാവ് മെനി അക്വിറ്റൻസ്
ഹിയർ. നിനക്ക് ഇവിടെ ഒത്തിരി പരിചയക്കാരുണ്ടല്ലോ. റൈറ്റ്? അപ്പോ എങ്ങനെയാണ് പൈസ കടം ചോദിക്കുന്നത്? എങ്ങനെയാണ്? ലെൻ മീ ഫോർ ടുഡേ. ഇന്ന് പൈസ തരുമോ? ഇനി എന്താ പറഞ്ഞ, ഞാനും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞാനും എന്ന് പറയണമെങ്കിൽ നമ്മൾ ഐ ആം ഓൾസോ ട്രബിൾ, അല്ലെ? ഐ ആം ഓൾസോ ട്രബിൾ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിച്ചു എന്ന് വിചാരിക്കുക, പൈസ കടം തരുമോ, അവന് ഇച്ചിരി പൈസ കൊടുക്കുമോ എന്നൊക്കെ നമ്മൾ ആരെയെങ്കിലും വിളിച്ച് ചോദിച്ചു. അപ്പൊ ആള് പറയും, ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു. എങ്ങനെ പറയും? ഐ ആസ്ക്ഡ് 1 or 2 people. ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളോട് ചോദിച്ചു. എങ്ങനെ പറയും? ഐ ആസ്ക്ഡ് 1 or 2 people. എങ്ങനെ പറയും? people. ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളോട് ചോദിച്ചു. അപ്പൊ അവരെന്ത് പറഞ്ഞു? ആൻഡ് ദേ സെഡ്. അവരെന്തായിരിക്കും സ്വാഭാവികമായിട്ടും പറയുക? നിങ്ങൾ പറയും. അവരുടെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞല്ലേ? അതങ്ങനെയായിരിക്കുമല്ലോ പറയുക. അപ്പൊ എന്ത് പറഞ്ഞു? ദേ സെഡ് ദാറ്റ് നോ വൺ ഹാസ് ഇറ്റ്. ആരുടെ കയ്യിലും ഇല്ല എന്ന് പറഞ്ഞു. എന്താണ് പറയേണ്ടത്? ഐ ആസ്ക്ഡ് 1 or 2 people. ഒന്ന് രണ്ട് പേരോട് നമ്മൾ ചോദിച്ചു. ഐ ആസ്ക്ഡ് 1 or 2 people. ദേ സെഡ്. അവർ പറഞ്ഞു. ആൻഡ് ദേ സെഡ്. അവരെന്താണ് പറഞ്ഞത്? ദാറ്റ് നോ വൺ ഹാസ് ഇറ്റ്. ആരുടെ കയ്യിലും ഇല്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പറയേണ്ടത്? ഐ ആസ്ക്ഡ് 2 people and they said has it. ആരുടെ കയ്യില് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം നമ്മൾ പറയുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, നിനക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? നിനക്ക് എന്താണ് ആവശ്യം? അപ്പൊ എങ്ങനെ ചോദിക്കും? ഡു യു നീഡ് എനിത്തിങ് അർജന്റ്ലി. എന്തെങ്കിലും അത്യാവശ്യം, അർജന്റ് ആയിട്ട് എന്തെങ്കിലും ആണോ നിനക്ക്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? അർജന്റ്. ഡു യു നീഡ് എനിത്തിങ് അർജന്റ്ലി. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ നിനക്ക്? ഡു യു നീഡ് എനിത്തിങ് അർജന്റ്ലി. എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യമാണോ നിനക്ക് ചെയ്യാനുള്ളത്? ഈ പൈസ വെച്ചിട്ട് എങ്ങനെ ചോദിക്കും? നീഡ് തിങ് അർജന്റ്ലി. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ? ഡു യു നീഡ് അർജന്റ്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയും. പൈസ കടം തരുമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു സം മണി ഫോർ ടുഡേ. എത്ര രൂപ വേണമെന്ന് എങ്ങനെ പറയും? ഓക്കെ. ഇനി നീ ആരോടെങ്കിലും ചോദിച്ചിട്ട് എനിക്കൊന്ന് റെഡിയാക്കി തരുമോ? ആൻഡ് യു സമ്മൺ റെഡി. ഓക്കെ, നിങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പറയാണ്, എനിക്ക് ഇന്ന് ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്. ഞാൻ 1 മാസം മുമ്പ് മേടിച്ചതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതല്ലേ സാധാരണ നിങ്ങൾ പറയുന്ന ഒരു കാര്യം, അല്ലെ? അപ്പൊ എന്ത് പറയണം? എനിക്കിത് ഒരാൾക്ക് ഇന്ന് കൊടുക്കാനുള്ളതാണെന്ന് എങ്ങനെ പറയും? ഇന്ന് എനിക്കിത് കൊടുക്കാനുള്ളതാണ് എന്നെങ്ങനെ പറയും? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്. നമ്മൾ ഹാവ് ടുവിന്റെ ഉപയോഗം പഠിച്ചതല്ലേ? അപ്പൊ എങ്ങനെ പറയും? ഐ ഹാവ് ടു ഗീവ് ഇറ്റ്. കൊടുക്കാനുള്ളതാണ്. ആർക്ക്? ടു സംവൺ ടുഡേ. ഇന്ന് എനിക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. ഐ ഹാവ് ടു ഗീവ് ഇറ്റ് ടു സംവൺ ടുഡേ. എങ്ങനെ പറയും? ഐ ഹാവ് ടു ഗീവ് ഇറ്റ് ടു സംവൺ ടുഡേ. ഇന്ന് ഒരാൾക്ക് എനിക്ക് കൊടുക്കാനുള്ളതാണ്. എങ്ങനെ പറയും? ഐ ഹാവ് ടു ഗീവ് ഇറ്റ് ടു സംവൺ ടുഡേ. ഹാവ് ടുവിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചതാണ്. ഹാവ് ടു, ഹാസ് ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ലിങ്കിൽ നിങ്ങൾ നോക്കുക. ഹാവ് ടു, ഹാസ് ടു. ഐ ഹാവ് ടു ഗീവ് ഇറ്റ് ടു സംവൺ ടുഡേ. ഇന്ന് എനിക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. ഞാൻ 2 മാസം മുമ്പ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. എങ്ങനെ പറയും? ഐ ബോട്ട് ഇറ്റ് ഫ്രം ഹിം ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞാൻ മേടിച്ചതാണ്. ഐ ബോട്ട് ഇറ്റ് ഫ്രം ഹിം. അവന്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് മന്തിൽ ഞാൻ മേടിച്ചതാണ്. എങ്ങനെ പറയണം? എനിക്ക് ഒരാൾക്ക് കൊടുക്കാനുണ്ടെന്ന് എങ്ങനെ പറയണം? ഐ ടു ഗീവ് ഇറ്റ് ടു സമ്മൺ. ഇവിടെ നമുക്ക് ബോട്ടും ഉപയോഗിക്കാം, ഗോട്ടും ഉപയോഗിക്കാം കേട്ടോ. ഐ ബോട്ട് ഇറ്റ് ഫ്രം ഹിം ലാസ്റ്റ് മന്തിൽ ഞാൻ മേടിച്ചതാണ്. ഇനി എന്താ പറയേണ്ടത്? കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഡേറ്റ് കുറേ വട്ടം ഞാൻ ഈ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? എങ്ങനെ പറയൂ? മൂക്കെന്തോ കടിച്ച് ചൊറിയുന്ന പോലെ പറയൂ. ഐ ഹാവ്
changed the date several times. ഞാൻ മാറ്റിയിട്ടുണ്ട്, കുറേ പ്രാവശ്യം ഈ ഡേറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ പുരുഷന്മാരും പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പറയും, I have changed the date several times. I have to give it to someone. I bought it from him last month. I have changed several times this date. I have changed the date several times. രണ്ട് രീതിയിലും പറയാ, ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയണം? ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്യാൻ യു ലെൻഡ് മീ സം മണി ഫോർ ടുഡേ? എത്ര രൂപയാണെന്ന് എന്നോട് ചോദിക്കൂ. യെസ്, 50,000. 25 ആണെങ്കിൽ തരാം. ഇഫ് ഇറ്റ് ഈസ്, ഐ വിൽ ഗീവ് ഇറ്റ് ബിക്കോസ് ഇൻ മൈ ഹാൻഡ് ഐ എം ഓൾസോ ടെറിബിൾ ട്രബിൾ. അല്ലെ, ഞാനും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഓക്കെ, അപ്പോൾ ക്യാൻ യു, നമ്മൾ പറയണം, ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ടൊന്ന് റെഡിയാക്കി തരുമോ? ക്യാൻ യു ആസ്ക് സമ്മൺ ടു ഗെറ്റ് ഇറ്റ് റെഡി? ഒന്ന് റെഡിയാക്കി തരുമോ? കാരണം നിനക്ക് ഒത്തിരി അക്വിറ്റൻസ് ഇവിടെ ഉണ്ടല്ലോ, ഒത്തിരി പരിചയക്കാർ ഇവിടെയുണ്ട്. എങ്ങനെ പറയും? യു ഹാവ് മെനി. അപ്പോൾ അവർ പറയാണ്, ഞാൻ കുറെ പേരോട്, 1-2 പേരോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് 2 people. അവരെന്തു പറഞ്ഞു? നോ വൺ ഹാസ് ഇറ്റ്, കയ്യിലില്ല എന്നെല്ലാവരും പറഞ്ഞു. ഇനി എന്താണ്? പക്ഷെ എന്തെങ്കിലും അത്യാവശ്യമായ കാര്യമാണോ നിനക്കുള്ളത്? ഡു യു എനിത്തിങ് അർജന്റ്ലി? അപ്പൊ എന്താ പറയേണ്ടത്? ഞാൻ 1 മാസം മുമ്പ് മേടിച്ചതാണ്. ഐ ബോട്ട് ഇറ്റ് ഫ്രം ഹിം ലാസ്റ്റ് മന്ത്. മേടിച്ചതാണ്. പിന്നെന്താണ്? ഞാൻ ഒത്തിരി വട്ടം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡേറ്റ്. ഐ ഹാവ് ചേഞ്ച് ദ ഡേറ്റ് സെവറൽ ടൈംസ്. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കടം ചോദിക്കുമ്പോൾ പറയണത്. നിങ്ങൾ പഠിച്ചല്ലോ, നിങ്ങൾ മടി കൂടാതെ പറഞ്ഞല്ലോ എൻ്റെ ഒപ്പം. ഞാൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പൈസ ഒരു വ്യക്തിയോട് കടം ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. പുരുഷന്മാര്, നിങ്ങളിപ്പോൾ ഇപ്പം തന്നെ പോയി കടം ചോദിക്കണമെന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. നിങ്ങൾക്ക് സംസാരിക്കേണ്ടതൊക്കെ സാഹചര്യം ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ വരും. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിക്കേണ്ട, എനിക്ക് തോന്നുന്നു ഒത്തിരി വീഡിയോസ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ബുക്കിൽ എഴുതി ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്നും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കി പറയുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ആ വ്യക്തികളോടൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ശ്രമിച്ചേ തന്നെ പറ്റുള്ളൂ. അപ്പം മറ്റൊരു കാര്യം, നാളെ 1-ാം തീയതിയാണ്. നാളെ മുതൽ നമ്മൾ സ്ത്രീകളുടെ, അതായത് വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് നാളെയാണ് തുടങ്ങുന്നത്. താല്പര്യമുള്ളവർക്ക് ഇന്നും കൂടെ എന്നെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സിൽ കൂടാനുള്ളത് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തുണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങൾ? നമ്മൾ വൊക്കാബുലറി നമ്മുടെ ഷോർട്സിൽ വരുന്നുണ്ട്. നിങ്ങൾ വൊക്കാബുലറി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു 30 വൊക്കാബുലറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു പരീക്ഷണം കൂടെ ഞാൻ നടത്തുന്നുണ്ടാവുണ്ട്. വൊക്കാബുലറി നിങ്ങൾ തരുന്നത് കാണാതെ തന്നെ പഠിക്കണം. ഒരു ദിവസം ഒന്നല്ലേ വരുന്നുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ അത് കാണാതെ തന്നെ പഠിക്കണം. ഇനിയും ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിലെ ഷോർട്സ് ശ്രദ്ധിക്കുക. ഓരോ വൊക്കാബുലറി ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളത് കേട്ട് അവസാനിപ്പിച്ച് പോകരുത്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അത് വെച്ചിട്ട് ഓരോ സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ വിടണം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. മഴക്കാലം ഒക്കെ ആകാൻ പോവുകയാണ്. പല രീതിയിൽ മഴക്കാലം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടില്ല എങ്കിലും എറണാകുളം അങ്ങോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ ചാനലിലൊക്കെ ന്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പം എല്ലാവരും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക. നാളെ എന്താണ് നമുക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കരുതിയിരിക്കുക. മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് പേപ്പറിലൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കുക. ബുദ്ധിമുട്ടുകൾ നേരിടാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഒന്ന് എല്ലാവരും ഒരുങ്ങിയിരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും രാവിലെ പണിക്കൊക്കെ പോയിട്ടുണ്ടാവും, അവനവൻ്റെ ജോലികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളിത് കേൾക്കുക. എങ്കിലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്